ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ എക്കണോമിക്സിലെ ആദ്യത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കും മൂന്നാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കുമാണ് നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ഇക്കണോമി എന്നാണ്. എന്താ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ഇക്കണോമി? സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ഇക്കണോമി എന്ന് പറയുന്നത് ഒരു സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ ഒരു പ്രോബ്ലം എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇതൊരു സെൻട്രൽ പ്രോബ്ലം ആണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ഡെഫിനിഷൻ അല്ലെങ്കിൽ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ നമ്മൾ മനസ്സിലോട്ട് കൊണ്ടുവരിക. എന്താ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ പറയുന്നത്? സ്കേഴ്സിറ്റി ഡെഫിനിഷൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, അതായത് മനുഷ്യന്മാരുടെ ആഗ്രഹങ്ങൾ പരിധിയില്ലാത്തതും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ പരിധിയുള്ളതാണ്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ വിളിക്കുക, ഹ്യൂമൻ wants are unlimited but the resources are very limited. അപ്പോൾ നമുക്ക് മനുഷ്യന്മാരുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് പരിധിയില്ലാത്തതാണ്, അല്ലെങ്കിൽ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് പരിധിയില്ലാത്തതാണ്. അതിനെ നേടിയെടുക്കാനുള്ള നമ്മുടെ രാജ്യത്തിന്റെ വിഭവങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുക. നമ്മുടെ രാജ്യത്ത് റിസോഴ്സസ് അല്ലെങ്കിൽ വിഭവങ്ങൾ നമുക്ക് വളരെ കുറവാണ്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിലുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ വളരെ കൂടുതലുമാണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷന് ഒരു പ്രശ്നം ഉദിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളായിട്ടാണ് നമ്മൾ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ഇക്കണോമി വിളിക്കുക. നമുക്ക് എന്തൊക്കെയാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ഇക്കണോമി എന്ന് നോക്കാം. ഒന്നാമത്തത് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം. രണ്ടാമത്തത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. മൂന്നാമത്തത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം, വളരെ പെട്ടെന്ന് തന്നെ. ആദ്യത്തത് എന്തുണ്ടാക്കണം എന്നുള്ളതാണ്. എന്തുണ്ടാക്കണം എന്നുള്ളത് എന്ന് പറയുന്നത് പ്രോബ്ലം ഓഫ് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ എത്ര എണ്ണം ഉണ്ടാക്കണം, എത്ര ക്വാണ്ടിറ്റി വരെ ഉണ്ടാക്കണം. നമുക്കൊരു ഉദാഹരണം നോക്കാം. നമ്മുടെ രാജ്യത്ത് കൊടിയ ദാരിദ്ര്യമാണെന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറാവുക? നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഭക്ഷ്യധാന്യ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറാവുക. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളുടെ അവസ്ഥ വെച്ചുകൊണ്ട്, വിഭവങ്ങൾ വെച്ചുകൊണ്ട്, രാജ്യത്തിന്റെ അവസ്ഥ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എക്സാമ്പിളിൽ നമ്മൾ കൊടിയ ദാരിദ്ര്യമാണ്, അല്ലെങ്കിൽ രാജ്യത്ത് കൊടിയ പട്ടിണിയാണ് കിടക്കുന്നത്, ജനങ്ങൾ കിടക്കുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കുന്നത് എന്ത് സാധനം ഉണ്ടാക്കാനാണ്? ഭക്ഷ്യധാനം ഉണ്ടാക്കുന്നത്. പക്ഷെ അതേ സമയത്ത് ഒരു വികസിത രാജ്യത്ത് നോക്കുക, അവിടെ യാതൊരുവിധ പ്രശ്നങ്ങളില്ല, അല്ലെങ്കിൽ യാതൊരുവിധ ഭക്ഷ്യധാനയുടെ പ്രശ്നമില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യം നോക്കുന്നത് വേറെ ക്യാപിറ്റൽ ഗുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എക്സാമ്പിൾ കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽസ്, കാർസ്, അതൊക്കെ മാനുഫാക്ചറിങ് ചെയ്യുക എന്നുള്ളതാണ് പൊതുവായിട്ട് അവർ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ പ്രശ്നത്തിലോട്ട് വരുവാണ് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത്. ഇത് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടതെന്ന് പറയുന്നത് അതൊരു എന്ത് ടെക്നിക്സ് ആണ്, അല്ലെങ്കിൽ എന്ത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ രണ്ട് ടേം അതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതാണ്. ആ രണ്ട് ടേം ഇതാണ്. ഒന്ന് വന്നിട്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്, രണ്ട് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്. എന്താണ് ക്യാപിറ്റൽ, എന്താണ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് അത് മനസ്സിലാക്കുക. ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു ഉൽപാദന പ്രക്രിയയിൽ കൂടുതൽ തൊഴിലാളികളെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉൽപാദന പ്രക്രിയ നടത്തുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി. അതേ സമയത്ത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഉൽപാദന പ്രക്രിയയിൽ കൂടുതൽ ക്യാപിറ്റലോ അല്ലെങ്കിൽ മെഷീൻസോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ഉൽപാദന പ്രക്രിയ നടത്തുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി. ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി ഉദാഹരണം എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിൽ നമ്മൾ കൂടുതൽ തൊഴിലാളികളാണ് ഉപയോഗിക്കുക. അതേസമയത്ത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും, നമ്മുടെ കമ്പ്യൂട്ടേഴ്സ്, മെഷീൻസ് ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ വലിയൊരു ഫാക്ടറിയിലൊക്കെ ഒരുപാട് മെഷീൻസ് ആണ് ഒരു ഉൽപാദന പ്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി. അപ്പോൾ നമുക്ക് ഇതിലോട്ട് വരാം, പ്രശ്നത്തോട്ട് വരാം. ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉണ്ടാക്കണം. നമ്മൾ പിന്നെ ആദ്യത്തെ എക്സാമ്പിളിലോട്ട് വരാം. നമ്മളിപ്പോ കൊടിയ ദാരിദ്ര്യത്തിലുമാണെങ്കിൽ നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് ഏത് ഉൽപ്പാദനമായിരിക്കും? കാർഷിക മേഖല ഉൽപ്പാദനമായിരിക്കും. അപ്പൊ കാർഷിക മേഖല ഉൽപ്പാദനത്തിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ട തൊഴിലാളികളാണ്.
അപ്പൊ നമ്മൾ ഇവിടെ തീരുമാനിക്കുന്നത് തൊഴിലാളികൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ രാജ്യങ്ങളും അവരുടെ അവസ്ഥ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് തീരുമാനിക്കും എന്ത് സാധനമാണ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉൽപ്പാദന പ്രക്രിയ നടത്തേണ്ടത്. ഇനി മൂന്നാമത്തെ പ്രശ്നം നോക്കുക, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഈ മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു വിതരണത്തിന്റെ പ്രശ്നമാണ്. അത് ആർക്കാണ് നമ്മൾ ഉൽപ്പാദിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ സാധനം ഉൽപ്പാദിപ്പിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ വരുമ്പോൾ നമ്മൾ കൊടിയ ദാരിദ്ര്യമാണെങ്കിൽ സാധാരണ നമ്മൾ ഈ സാധനം ഉൽപ്പാദിപ്പിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടായിരിക്കണം, സാധാരണ ജനങ്ങൾക്ക്, അങ്ങനെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഈ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത് നമ്മൾ എന്ത് തീരുമാനിക്കുന്നു. അപ്പോൾ ഇത് മൂന്ന് പ്രശ്നമാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ഇക്കണോമി, അല്ലെങ്കിൽ ഒരു സമ്പദ്ഘടനയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് പ്രശ്നങ്ങൾക്കും എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് ഓരോ രാജ്യത്തിന്റെയും സമ്പദ്ഘടനയുടെ വ്യത്യസ്തത അനുസരിച്ചായിരിക്കും. ആ വ്യത്യസ്തത നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാം. അതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് പ്രോബ്ലത്തെയും നമ്മൾ തിയററ്റിക്കലി അല്ലെങ്കിൽ സിദ്ധാന്തപരമായിട്ട് നമ്മൾ ഇതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. ആ സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലൂടെ നമ്മൾ ഇതിന് ഒരു തിയററ്റിക്കൽ സൊല്യൂഷൻ നമ്മൾ നൽകുന്നുണ്ട്. ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. ഇപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ രാജ്യവും അല്ലെങ്കിൽ ഓരോ സമ്പദ് വ്യവസ്ഥയും അവരുടേതായിട്ടുള്ള വിഭവങ്ങൾ, അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിൽ അവർ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. നമുക്ക് നോക്കാം ഏതൊക്കെ ടൈപ്പ് സമ്പദ്ഘടനയാണ് നിലവിലുള്ളതെന്ന്. ആദ്യത്തെ നമ്മൾ നോക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, അതായത് മാർക്കറ്റ് സെന്റേർഡ് ഇക്കണോമിയാണ്. അതെന്താണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി? മാർക്കറ്റ് സെന്റേർഡ് ഇക്കണോമി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത് എന്ത് സാധനം ഉൽപ്പാദിപ്പിക്കപ്പെടണം, എന്ത് സാധനം വിതരണം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് മാർക്കറ്റ് തന്നെയാണ്. എന്താണ് മാർക്കറ്റ്? മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, സാധനങ്ങൾ വിൽക്കുകയും കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് മാർക്കറ്റ് വിളിക്കുക. നമ്മൾ പൊതുവായിട്ട് ഒരു പ്ലേസിനെയല്ല നമ്മൾ മാർക്കറ്റ് വിളിക്കുക, ആ പ്രോസസ്സിനാണ് നമ്മൾ മാർക്കറ്റ് വിളിക്കുക. നമ്മളിപ്പോൾ ഒരു മൊബൈലിൽ നിന്ന് ഒരു സാധനം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് എന്ത് തന്നെയാണ്? മാർക്കറ്റാണ്. ഇക്കണോമിക്സിൽ അതാണ് നമ്മൾ മാർക്കറ്റ് മീൻ ചെയ്യുക. അപ്പൊ മാർക്കറ്റ് ഇക്കണോമി എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഈ മൂന്ന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും മാർക്കറ്റ് ഇക്കണോമി അല്ലെങ്കിൽ മാർക്കറ്റ് തന്നെ എന്ത് ചെയ്യപ്പെടുന്നു, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഇസ് കോൾഡ് മാർക്കറ്റ് പ്ലാന്റ് ഇക്കണോമി. അതിന് നമ്മൾ വേണമെങ്കിൽ ഈസി ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാപിറ്റൽ ഇക്കണോമി നമ്മൾ പറയാറുണ്ട്. ഇനി രണ്ടാമത്തെ സോഷ്യലിസ്റ്റ് ഇക്കണോമിയാണ്. അതായത് എന്താണ്? സെൻട്രൽ പ്ലാന്റ് ഇക്കണോമിയാണ്. അതായത് അവിടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, അവിടെ ഗവൺമെന്റിനാണ് പ്രാധാന്യമുള്ളത്. ഗവൺമെന്റ് തീരുമാനിക്കുന്നു ഏത് സാധനം ഉത്പാദിപ്പിക്കപ്പെടണം, എങ്ങനെ ഉത്പാദിപ്പിക്കപ്പെടണം, ആർക്ക് വേണ്ടി ഉത്പാദിക്കപ്പെടണമെന്ന്. അപ്പോൾ ആ പ്ലാനിങ് എല്ലാം നടത്തുന്നത്, അല്ലെങ്കിൽ അതെല്ലാം നടത്തുന്നത് ഈ രാജ്യത്ത് ആരായിരിക്കും? ഗവൺമെന്റ്. പക്ഷെ പൊതുവായിട്ട് ഇത് രണ്ട് സാധനമാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് കാണപ്പെടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ പ്രസന്റ് സിറ്റുവേഷനകത്ത് ഇത് രണ്ടും എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ, ഒരു തിയററ്റിക്കൽ നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. കാരണം ഇത് രണ്ടും പ്യൂർലി ക്യാപിറ്റലിസ്റ്റ്, പ്യൂർ സോഷ്യലിസ്റ്റ് ഇക്കണോമി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ എക്സാമ്പിൾ ചെയ്യുന്നത് വെച്ചാൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി എന്ന് പറയുന്നത് ജർമ്മനി, USA, UK പോലുള്ള രാജ്യങ്ങളെയും, സോഷ്യലിസ്റ്റ് ഇക്കണോമി എന്ന് പറയുന്നത് ചൈന, ക്യൂബ പോലുള്ള രാജ്യങ്ങളെയും, മിക്സഡ് ഇക്കണോമി എന്ന് പറയുന്നത് ഇന്ത്യ, പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളൊക്കെയാണ് നമ്മൾ മിക്സഡ് ഇക്കണോമി എന്നൊക്കെ ഉദാഹരണം പഠിക്കുക. പക്ഷേ ശരിക്കും ഈ മാർക്കറ്റ് പ്ലാന്റ് ഇക്കണോമിയും ഈ സെൻട്രലി പ്ലാന്റ് ഇക്കണോമിയും കൂട്ടിച്ചേർന്നതാണ് എല്ലാ രാജ്യങ്ങളിലും നിലനിൽക്കുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിക്സഡ് ഇക്കണോമി. ഇത് രണ്ടിന്റെയും മിശ്രിത ഫലമായിട്ടാണ് ഒരു സമ്പദ്ഘടന വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് മിക്സഡ് ഇക്കണോമി. അതിനർത്ഥം ഗവൺമെന്റ് ചില സ്ഥലങ്ങളിൽ ഇടപെടുകയും അതേ സമയത്ത് മാർക്കറ്റ് തന്നെ ചില പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുകയും ചെയ്യപ്പെടുന്നു. ആ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് മിക്സഡ് ഇക്കണോമി. ഫോർ എക്സാമ്പിൾ നമ്മൾ USA എടുത്തു കഴിഞ്ഞാൽ USA ഗവൺമെന്റിന്റെ ഇടപെടൽ വളരെ കുറച്ചായിരിക്കാം, പക്ഷെ അതേ സമയത്ത് മാർക്കറ്റ് ഇക്കണോമിയുടെ ഇടപെടൽ വളരെ കൂടുതലായിരിക്കാം. അതേസമയം നമ്മൾ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ വളരെ കൂടുതലും അതേസമയത്ത് മാർക്കറ്റ് ഇക്കണോമിയുടെ ഇടപെടൽ വളരെ കുറവായിരിക്കും. അപ്പോൾ സിറ്റുവേഷൻസ് ഓരോ രാജ്യത്തിന്റെയും സമ്പദ് മേഖലയിലെ വിഭവങ്ങളും റിസോഴ്സസും അതേപോലെ തന്നെ ആ രാജ്യത്തുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കനുസരിച്ച് എന്തുകൊണ്ട് മാറിക്കൊണ്ടിരിക്കും, അവരുടെ ഇക്കണോമിയിലെ സമ്പദ്ഘടനയുടെ റേഷ്യോ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ട് പോയിന്റ് എന്ന് പറയുന്നത്, ഒന്ന് പോസിറ്റീവ് ഇക്കണോമിക്സ്, രണ്ട് നോർമാറ്റീവ് ഇക്കണോമിക്സ്. എന്താണ് പോസിറ്റീവ് ഇക്കണോമിക്സ്, എന്താണ് നോർമാറ്റീവ് ഇക്കണോമിക്സ്? കാരണം ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ഈ രണ്ട് പോയിന്റ് കൂടെ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ മൂന്ന് പ്രശ്നങ്ങളും നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് പോസിറ്റീവ് ഇക്കണോമിക്സ്. പോസിറ്റീവ് ഇക്കണോമിക്സ് എന്നാൽ എന്തെന്നും
രണ്ട് നോർമാലിറ്റി ഇക്കണോമിക്സ് എന്നാൽ എന്തെന്ന് നമ്മൾ ഓർത്തിരിക്കാം. പോസിറ്റീവ് ഇക്കണോമിക്സ് നമ്മളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ്, നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള വാട്ട് ഈസ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്, എന്താണ്. രണ്ടാമത്തത് വാട്ട് ഓട്ട് ടു ബി, എന്തായിരിക്കണം അല്ലെങ്കിൽ എന്താണ് അനുയോജ്യമായിട്ടുള്ളത്. പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണെന്ന്, വാട്ട് ഈസ്. നോർമാറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് വാട്ട് ഔട്ട് ടു ബി, എന്തായിരിക്കണം അല്ലെങ്കിൽ എന്താണ് നമുക്ക് അനുയോജ്യമായിട്ട്. നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് 4% 2020. പക്ഷേ ശരിക്കും 2020 വരേണ്ടത് 8%. അപ്പൊ എന്താണ് ഇവിടെ പോസിറ്റീവ് ഇക്കണോമിക്സ്? പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് 4%. അതായത് ഇപ്പോഴത്തെ അവസ്ഥ. ശരിക്കും നമുക്ക് വരേണ്ടിയിരുന്നത് 8%. ദാറ്റ് ഈസ് കോൾഡ് നോർമാറ്റീവ് ഇക്കണോമിക്സ്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ സിറ്റുവേഷൻ വളരെ മോശമാണെന്ന് നമുക്ക് മനസ്സിലാവും. ആ സിറ്റുവേഷൻ വളരെ മോശമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലൂടെയാണ് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറയാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് രണ്ട് ടേം മനസ്സിലാക്കണമെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അടുത്ത് നമ്മുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് മൈക്രോ എക്കണോമിക്സ്, എന്താണ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് എന്നാൽ എന്തെന്നും മാക്രോ എക്കണോമിക്സ് എന്നാൽ എന്തെന്നും വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സെക്കൻഡ് ഇയർ നമുക്ക് പഠിക്കാനുള്ള രണ്ട് പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്. അവ തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നോക്കാം എന്താണ് മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ്, അതിനു മുന്നേ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ടേം ആദ്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് അല്ലെങ്കിൽ വേർതിരിച്ച് കണ്ടത് റാഗ്നർ ഫ്രിഷ് എന്ന ഇക്കണോമിസ്റ്റാണ്. റാഗ്നർ ഫ്രിഷ് 1933. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് ടേം യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് നമുക്ക് മൈക്രോ എക്കണോമിക്സ് നോക്കാം. മൈക്രോ എക്കണോമിക്സ് മൈക്രോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. വേർഡ് മീനിങ് സ്മോൾ എന്നാണ്. എന്താണ് സ്മോൾ? സ്മോൾ മീൻസ് ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഏറ്റവും ചെറിയ സാധനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ കൺസെപ്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ ഉപഭോഗത്തിന്റെ സ്വഭാവത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വരുമാനത്തെ കുറിച്ച് പഠിക്കുന്നതിനാണ് മൈക്രോ എക്കണോമിക്സ് നമ്മൾ പറയുക. അതിന് നമ്മൾ ഡെഫിനിഷൻ ഇങ്ങനെ പറയാം, ഈ സ്റ്റഡീസ് അബൌട്ട് ഇക്കണോമി ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. എന്താ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്? ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിയാണ്. ഓരോ വ്യക്തിയുടെയും ഉപഭോഗ കൺസംഷന്റെ പെരുമാറ്റ സ്വഭാവത്തെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? മൈക്രോ എക്കണോമിക്സ് എന്ന് വിളിക്കാം. അതേപോലെ തന്നെ ഇതിന് വേറൊരു പേരുടെ ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് പ്രൈസ് തിയറി. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രൈസ് തിയറി എന്താണ് ഡീൽ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സിന് വേറൊരു പേരെന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിനർത്ഥം അല്ലെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് പ്രൈസ് തിയറി എന്നാണ്. ഇനി എന്താണ് മാക്രോ എക്കണോമിക്സ്? മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് മാക്രോസ് എന്ന ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ലാർജ് എന്നാണ്. എന്താണ് മാക്രോ എക്കണോമിക്സ്? മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ പൊതുവായ സവിശേഷതകളെ കുറിച്ച് പഠിക്കുന്ന പഠനശാല വിളിക്കുന്ന പേരാണ് മാക്രോ എക്കണോമിക്സ്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ഈ സ്റ്റഡീസ് അബൌട്ട് അഗ്രിഗേറ്റ് ഇക്കണോമിക് യൂണിറ്റ്സ്. അപ്പോൾ ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ ബാധിക്കുന്നതാണ് ദേശീയ വരുമാനം, ഒരു രാജ്യത്തെ പൊതുവായി ബാധിക്കുന്നതാണ് അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ, ഒരു രാജ്യത്തെ ബാധിക്കുന്നതാണ് ദാരിദ്ര്യം, പോവർട്ടി. അപ്പോൾ ദേശീയ വരുമാനം എങ്ങനെയാണ് കൂടുക, എങ്ങനെയാണ് കുറയുക, അല്ലെങ്കിൽ ദേശീയ വരുമാനം എങ്ങനെയാണ് കണക്കാക്കപ്പെടുക എന്നെല്ലാം നമ്മൾ പഠിക്കുന്നത് മാക്രോ എക്കണോമിക്സിലാണ്. അതേപോലെ അൺഎംപ്ലോയ്മെന്റ് എങ്ങനെയാണ് ഉണ്ടായത്, തൊഴിലില്ലായ്മ എങ്ങനെയാണ് ഉണ്ടായത്, അൺഎംപ്ലോയ്മെന്റ് എങ്ങനെയാണ് പരിഹരിക്കപ്പെടേണ്ടത് എന്ന് നമ്മൾ പഠിക്കുന്നതൊക്കെ എവിടെയാണ്? മാക്രോ എക്കണോമിക്സിലാണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ മൈക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സ് നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കിയിരിക്കും. അതിങ്ങനെ പറഞ്ഞത് ഉദാഹരണത്തിന് ഒരു വൃക്ഷം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആപ്പിളിന്റെ വൃക്ഷം എടുത്തു കഴിഞ്ഞാൽ ആ വൃക്ഷത്തിലുള്ള ആപ്പിളുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ, ആപ്പിളുകളെ മാത്രം നമ്മൾ കുറിച്ച് പഠിക്കുന്നതാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് മൈക്രോ എക്കണോമിക്സ്. അതേ സമയത്ത് നമ്മൾ ആ വൃക്ഷത്തെ പൊതുവായിട്ട് മൊത്തത്തിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് മാക്രോ എക്കണോമിക്സ്. പക്ഷേ ഇത് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇന്റർ ഡിപ്പെൻഡന്റ്, അങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു വൃക്ഷത്തെ കുറിച്ച് സംസാരിച്ചു, അതേസമയം നമ്മൾ ഒരു ഫോറസ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഒരു വൃക്ഷത്തെ കുറിച്ചാണ്, ഒരു ഫോറസ്റ്റിലാണെങ്കിൽ ഒരു വൃക്ഷത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന മൈക്രോ എക്കണോമിക്സും അതേസമയത്ത് നമ്മൾ ഫോറസ്റ്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് മാക്രോ എക്കണോമിക്സ്. അതിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ആണ്. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കാം എക്സാമ്പിൾസ്. മൈക്രോ എക്കണോമിക്സിനകത്ത് എന്തൊക്കെയാ വരിക, മാക്രോ എക്കണോമിക്സിനകത്ത് എന്തൊക്കെയാ വരിക. നമുക്ക് മൈക്രോ എക്കണോമിക്സിന്റെ ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻകം ഓഫ് എ കൺസ്യൂമർ എന്നാണ്.
ഇൻകം ഓഫ് ദ കൺസ്യൂമർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വരുമാനം. ഒരു വ്യക്തിയുടെ വരുമാനം കൂടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൺസംഷൻ പാറ്റേൺ എന്ത് സംഭവിക്കുന്നു? ഒരു വ്യക്തിയുടെ വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൺസംഷൻ പാറ്റേൺ എന്ത് സംഭവിക്കുന്നു? രണ്ട്, പ്രൈസ് ഓഫ് എ പെൻ. ഒരു പേനയുടെ വില കുറയുകയോ കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ വേറൊരു പേനയ്ക്ക് എന്ത് സംഭവിക്കുന്നു? മൂന്ന്, വേജ് ഓഫ് എ KSRTC വർക്കർ. ഒരു KSRTC തൊഴിലാളിയുടെ വേതനം കൂടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൺസംഷൻ പാറ്റേൺ സംഭവിക്കുന്നു. നാല്, പാർഷ്യൽ ഇക്വിലിബ്രിയം. ഇതിനെ നമ്മൾ വിളിക്കുന്നത് പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയാറുണ്ട്. കാരണം ഇത് എന്തല്ല, പൊതുവായിട്ട് ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരുന്നില്ല, ഒരു ഭാഗികമായ ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരുന്നതാണ് നമ്മൾ വിളിക്കുന്നു പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നു. ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എല്ലാ തിയറികളിലും നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത രണ്ട് ആൾക്കാരാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ നമ്മൾ പഠിക്കുന്നത് മൈക്രോ എക്കണോമിക്സിലാണ്. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ കഴിയും. ഇനി മാക്രോ എക്കണോമിക്സ് എക്സാം നോക്കാം. മാക്രോ എക്കണോമിക്സ് എക്സാമ്പിൾ, ആദ്യത്തെ എക്സാമ്പിൾ അത് ദേശീയ വരുമാനം. ദേശീയ വരുമാനം എങ്ങനെയാണ് കാണപ്പെടേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത്, അതിനെക്കുറിച്ച് പഠിക്കുന്ന എല്ലാം മാക്രോ എക്കണോമിക്സ് ആണ്. അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ, ഇൻഫ്ലേഷൻ, നാണയപ്പെരുപ്പം, പോവർട്ടി, ദാരിദ്ര്യം, GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് എവിടെയാണ്? മാക്രോ എക്കണോമിക്സ് ആണ്. അതേപോലെ തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഞാനിവിടെ ഉദ്ദേശിച്ചത് വെറും ഡിമാൻഡാണ്, പക്ഷെ ഇവിടെ എത്ര എന്തായി മാറുന്നു? അഗ്രിഗേറ്റ് ഡിമാൻഡായി മാറുന്നു. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്ത ചോദനം. അതേപോലെ തന്നെ അഗ്രിഗേറ്റ് സപ്ലൈ, മൊത്ത പ്രധാനം. അതായത് മൊത്തത്തിലുള്ള ഒരു രാജ്യത്തിന് മൊത്തത്തിലുള്ള ഡിമാൻഡിനെയും ഒരു രാജ്യത്തിന് മൊത്തത്തിലുള്ള സപ്ലൈയെ കുറിച്ച് പഠിക്കുകയാണ്. ദാറ്റ് ഈസ് മാക്രോ എക്കണോമിക്സ്. അതേപോലെ ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റർനാഷണൽ ട്രേഡിൽ നമ്മൾ കൂടുതൽ ചെയ്യുന്നത് എന്താണ്? നമ്മൾ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? കയറ്റുമതി ഇറക്കുമതിയും ചെയ്യുന്നു. അപ്പോൾ അത് വരുന്നത് എവിടെ തന്നെയാണ്? മാക്രോ എക്കണോമിക്സിലാണ്.